എല്ലാവർക്കും നമസ്കാരം. ഒരു വാർത്ത വളരെ ശക്തമായി പ്രചരിക്കുകയാണ്. അതിങ്ങനെയാണ്: പഠിപ്പും വിവരവുമുള്ള ഒരു ഡോക്ടറുടെ ഗതി ഇതാണെങ്കിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് ചോദിക്കുന്നത് ഡോക്ടർ ഐഷ എന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം ഇവരെ വിവാഹം കഴിച്ച ഭർത്താവ് ഇദ്ദേഹം ഇപ്പോൾ വേറൊരു കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീ ഇവരുടെ ഭാര്യയായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത്, ഈ ഡോക്ടർ ഐഷ പറയുന്നത്, ഏതാണ്ട് 13 വർഷത്തോളം തൻ്റെ ഭർത്താവിൽ നിന്ന് നിരന്തരമായ പീഡനം ഏൽക്കേണ്ടി വന്നു. അത് ശാരീരികവും മാനസികവുമായ വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതായത് വീട്ടിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ 100 പവൻ്റെ സ്വർണവും അതോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയും കൊടുത്താണ് ഈ ഡോക്ടർ ഐഷയെ വിവാഹം കഴിച്ചു വിട്ടത്. എന്നാൽ തൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ഈ 100 പവൻ സ്വർണം ഇത് പോരാ, ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായ പീഡനങ്ങളാണ് അഴിച്ചുവിട്ടത്. ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ഹാജിയുടെ മകൻ ഡോക്ടർ അലി അബ്ദുൾ ലത്തീഫാണ് ഐഷയെ വിവാഹം കഴിച്ചത്. അപ്പോൾ തന്നിൽ നിന്നും തട്ടിയെടുത്ത പണവും സ്വർണവും തിരികെ നൽകണമെന്നും ഇവരുടെ ഈ കുടുംബജീവിതത്തിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പഠന ചെലവും ജീവിത ചെലവും നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇവരുടെ മുമ്പിൽ എല്ലാ നിയമങ്ങളും മാറി. പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, മഹല്ല് കമ്മിറ്റികളുണ്ട്. എന്നാൽ ഈ മഹല്ല് കമ്മിറ്റികളെല്ലാം ഈ ഭർത്താവിൻ്റെ അപ്പൻ്റെയും ഈ പണക്കൊഴുപ്പ് കൊണ്ട് ഇവരാരും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ കുടുംബം സാമ്പത്തികമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരാണ്. അവർ പണം നൽകി മഹല്ല് കമ്മിറ്റികളെയും തനിക്കെതിരെയും പുതിയ ആരോപണങ്ങളാണ് നിരത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പെണ്ണിനുള്ള സ്ഥാനം എവിടെയാണ്? ജനിച്ചു വളർന്ന വീട്ടിൽ അവൾ വിരുന്നുകാരി, ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കയറിയവൾ, പിന്നെ പെണ്ണിന് സ്വന്തമായ ഒരു ഇടം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ഒരു മുൻ എഴുത്തുകാരൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. സ്വന്തം വീട്ടുകാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഐഷ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കണ്ടു. ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു വ്യക്തിയോട് ചോദിക്കുന്നു, എത്ര വിവാഹം കഴിക്കാം? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് നിയമമുണ്ട്, നമ്മുടെ ഭാരതത്തിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇസ്ലാമിന് നിയമമുണ്ട്. കാരണം ഞങ്ങൾക്ക് 4 വിവാഹം വരെ കഴിക്കാം. അപ്പോൾ ചോദിക്കുന്നു, താങ്കൾ എത്ര വിവാഹം കഴിച്ചു? ഞാൻ 2 വിവാഹം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ചില മതവിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവർ വിവാഹം കഴിക്കുന്നു, സ്ത്രീകളെ ഉപേക്ഷിക്കുന്നു, അടുത്തതിനെ കല്യാണം കഴിക്കുന്നു, അതിനെ ഉപേക്ഷിക്കുന്നു, അടുത്തതിനെ കല്യാണം കഴിക്കുന്നു, അടുത്തതിനെ ഉപേക്ഷിക്കുന്നു. ഇതെന്തൊരു നിയമം! അപ്പോൾ ഒരു ഡോക്ടറായ ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതാണെങ്കിൽ കാലാകാലങ്ങളിൽ ഈ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച ചൂഷണങ്ങൾ എത്ര വലുതാണ് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതെന്തൊരു നിയമം, എന്തൊരു കാടത്തപരമായ നിയമം! ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ പലതും വായിച്ചപ്പോൾ ഈ ഇസ്ലാം നാമധേയ പേരുകളുള്ള പല ആളുകളും ഈ സ്ത്രീയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളെ അദ്ദേഹം ഉപേക്ഷിക്കാൻ കാരണം? അപ്പോൾ അവർ പറയുന്ന ആശയങ്ങൾ വേറെയാണ്. എന്നാൽ ചിലർ പറയുന്നു, ഇസ്ലാമിൽ എത്ര വിവാഹം വേണേലും കഴിക്കാം, അത് കുഴപ്പമില്ല എന്നും അവർ പറയുന്നു. അതുകൊണ്ട് ഒരു വീട്ടിൽ 4 ഭാര്യമാരും ഒരു ഭർത്താവും. അപ്പോൾ ചോദ്യം ഒരു മുസ്ലിം സ്ത്രീ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 4 കല്യാണം കഴിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ പുരുഷന് 4 ഭാര്യമാരുള്ളതുപോലെ ഒരു സ്ത്രീക്കും 4 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? ഒരു മുസ്ലിം സ്ത്രീ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി പറയുന്നത് എങ്ങനെയാണ്? ഒരു മുസ്ലിം സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഈ 4 ഉണ്ടാകുന്ന കുട്ടി ഏത് ഭർത്താവിൻ്റെ ആണെന്ന് എങ്ങനെ തിരിച്ചറിയും?
അതാണ് അടുത്ത ചോദ്യം. ഞാൻ പറയുന്നതല്ല, ഇത് ഓരോരുത്തർ കമൻ്റ് എഴുതുന്നതാണ്. ഒരു മുസ്ലിം സ്ത്രീക്ക് 4 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ 4 ഭർത്താക്കന്മാരുമായി ഇവൾ ശാരീരികമായി ബന്ധപ്പെടുന്നു. പക്ഷേ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നത് ഇവളിലുണ്ടാകുന്ന കുട്ടിയുടെ അപ്പൻ ആരാണ് എന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിനും മറുപടിയുണ്ട്. അതിന് പറയുന്ന മറുപടി നമുക്ക് DNA ടെസ്റ്റ് നടത്തി തീരുമാനിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പുരുഷനുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒരു പുരുഷനുള്ളതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സ്ത്രീക്കുമുണ്ട്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. അതവർ തിരിച്ചറിയാത്തോടത്തോളം കാലം ഈ സ്ത്രീ എന്നും അടിമയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഓഷോയുടെ 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് പുരുഷൻ, മറ്റൊന്ന് സ്ത്രീ. ഈ 2 പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, പുരുഷൻ്റെ കഴിവില്ലായ്മയാണ് സ്ത്രീയെ അടിമയാക്കി വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് സ്ത്രീയെ ഈ മൂടുപടം ധരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ കണ്ണ് പോലും പുറത്ത് കാണാത്ത രീതിയിൽ ഒരു പ്രാകൃത വേഷത്തിൽ സമൂഹത്തിൽ അവരെ ഇറക്കുന്നത് സ്ത്രീയെ ഭയപ്പെട്ടുകൊണ്ടാണ്. പുരുഷനേക്കാൾ കൂടുതൽ ബുദ്ധിയും കഴിവും പ്രായോഗിക ബുദ്ധിയും സ്ത്രീകൾക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ പുരുഷൻ, പേശീബലം കൊണ്ട് പുരുഷൻ ആരോഗ്യവാനാണ്. പക്ഷെ ബുദ്ധിപരമായി സ്ത്രീകളാണ് കഴിവ് കൂടുതലുള്ളവർ. ഇത് തിരിച്ചറിഞ്ഞ പുരുഷൻ തൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീകളെ അടിമയാക്കുവാൻ വേണ്ടി കണ്ടുപിടിച്ച ചില തന്ത്രവിദ്യകളാണ് ഇതെല്ലാം. പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറയുന്നത് കൃഷിയിടങ്ങളാണ്. എവിടെ വേണേലും കൃഷി ഇറക്കാം. അത് ഈ ഉസ്താദുമാർ തന്നെ പ്രസംഗിക്കുന്നതാണ്. നമുക്ക് ഈ നേരത്തെയൊക്കെ ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ച് പെട്ടിക്കടകൾ ഈ കമ്പിക്കഥകളുടെ പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഒരുപാട് കമ്പിക്കഥകളുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നതൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഉസ്താദുമാരുടെ പല പ്രസംഗങ്ങളും കേട്ടാൽ നമുക്ക് കമ്പിക്കഥ പുസ്തകങ്ങൾ വായിക്കേണ്ട, അല്ലാതെ തന്നെ അതുപോലെയുള്ള പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ചില ഉസ്താദുമാർ പ്രസംഗിക്കാറുണ്ട്, സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾക്ക് എവിടെ വേണേലും കൃഷി ഇറക്കാം. അപ്പോൾ അവർ പറയുന്നവന് ഇപ്പോൾ പൊതുവെ പ്രകൃതി വിരുദ്ധ ലൈംഗികതയോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഈ നാളുകളിൽ ഇന്ന സ്ഥലത്തു നിന്ന് പിടിക്കപ്പെട്ടു, മദ്രസയിൽ നിന്ന് പിടിക്കപ്പെട്ടു, പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് പിടിക്കപ്പെട്ടു, ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ഇപ്പോൾ പിടിച്ച് ഇടുന്നുണ്ട്. അപ്പം പ്രകൃതി വിരുദ്ധതയോടുള്ള താല്പര്യം, അതുകൊണ്ടാണ് അതിന് മതവും സപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും കൃഷി ഇറക്കാം. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം മനുഷ്യന് ഓരോ അവയവങ്ങൾ തന്നിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പ്രത്യേക ഉപയോഗങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത വെറും ഭോഷന്മാരായി മനുഷ്യൻ മാറുകയാണ്. മനുഷ്യന് ആ ലൈംഗികതയ്ക്ക് ആവശ്യമുള്ള അവയവവും അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ഭക്ഷണം പുറത്തേക്ക് പോകാനുള്ള അവയവവും ഇതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഇതുപോലും തിരിച്ചറിയാത്ത മൃഗതുല്യനായ മനുഷ്യർ, ഒരു മൃഗം ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നില്ല. കാരണം മൃഗങ്ങൾക്കും ലൈംഗികതയുണ്ട്. അവരാ ലൈംഗിക അവയവങ്ങളിൽ മാത്രമേ. പക്ഷെ ഇവിടെ പ്രകൃതി വിരുദ്ധ ലൈംഗികത ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ നാളുകളിലെല്ലാം ഇവർ പിടിക്കപ്പെടുകയാണ്. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുക. അപ്പോൾ എന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നു, അന്നേ ആ രാജ്യത്തിന് വികസനമുണ്ടാകുള്ളൂ. അത് തിരിച്ചറിയാൻ നമ്മൾ പഠിക്കണം. ഇവിടെ ഇത് 1 പെണ്ണ് കെട്ടി, 2 പെണ്ണ് കെട്ടി, 3 പെണ്ണ് കെട്ടി, 4 പെണ്ണ് കെട്ടി, 4 ഭാര്യമാരും അതിൻ്റെ അകത്ത് 20 മക്കളും. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ജനറേഷൻ, അതായത് ഈ പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, രാജ്യം മുഴുവൻ നിറയുകയാണ്. ഈ അടുത്തിടെ സ്പെയിനിലേക്ക് ഒരു പ്രവാഹമുണ്ടായി. കാരണം ഇതുപോലെ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ 10ഉം 20ഉം കുട്ടികളാണ്. ഇവർക്ക് 3 നേരം ആഹാരം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇത് എവിടുന്ന് ഇതൊക്കെ ഉണ്ടാവും? അതിന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഓടിച്ചു വിടുകയാണ്. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ബ്രിട്ടൻ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പരിഹസിച്ചു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടൻ ഇന്ന് ഈ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയ പോപ്പുലേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്? ഈ മതത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. കാരണം വർദ്ധിച്ചു വരുന്ന പോപ്പുലേഷൻ, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ, അതുപോലെ മറ്റ് പല കാര്യങ്ങൾ, ഒന്നിലധികം ഭാര്യമാർ, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ കേരളം പോലെ വിദ്യാസമ്പന്നരുടെ ഒരു സംസ്ഥാനത്ത്
ഡോക്ടർ ഐഷിയെ പോലെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് വേറെ സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, എനിക്ക് നീതി വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ എത്രമാത്രം അവസ്ഥയിലേക്ക് ഇതുപോലെയുള്ള മതവിഭാഗങ്ങൾ തരം താണു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇവരെ എതിർക്കുന്ന ചില ആളുകളും രംഗത്ത് വരികയാണ്. അപ്പോൾ എത്ര നീചവും നിന്ദ്യവും പൈശാചികവുമായ പ്രവൃത്തിയാണ് ഇവരിൽ നിന്നുണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് നീതി കിട്ടട്ടെ, ന്യായം കിട്ടട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹിന്ദു മതവിശ്വാസങ്ങളിൽ ഈ ഭാര്യ ഭർത്തൃബന്ധം, ഒരു ഭാര്യയും ഒരു ഭർത്താവും, അത് ഏക പത്നീവ്രതവും ഏക ഭർത്തൃവ്രതവും. അപ്പോൾ ചോദിക്കും, പുരാണങ്ങളിൽ പലരും ഇപ്പം ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നില്ലേ? ആ കാലഘട്ടത്തിൻ്റെ കാര്യമല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പൊതുവെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ളവർക്ക് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോഴത്തെ ആ അവസ്ഥകളൊക്കെ മാറി. പഴയ കാലഘട്ടങ്ങളിൽ ഗ്രന്ഥങ്ങൾ എഴുതിയത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ ജീവിത രീതിയും സംസ്കാരവും അന്നത്തെ ഭാഷയും അന്നത്തെ പ്രവർത്തന ശൈലിയൊക്കെ വെച്ചാണ് പല പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. ആ നിയമങ്ങൾ ഇന്നും പ്രാബല്യമാക്കണം എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയല്ല. ബൈബിളിലെ കാര്യങ്ങളാണ്. മൃഗബലിയുണ്ട്. മോശയുടെ ന്യായപ്രമാണം പഠിക്കുമ്പോൾ അത് മൃഗബലിയാണ്. ആ മൃഗബലി ഇന്ന് നടത്തണമെന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു നടപടിയല്ല. അതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ അവസ്ഥയല്ല ഇന്ന്. അതുപോലെ എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ പഠിച്ചു നോക്കിയാൽ അന്നത്തെ സാഹചര്യങ്ങളെ, അന്നത്തെ സന്ദർഭങ്ങളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത്. അത് ഇന്നും പ്രായോഗികമാക്കണമെന്ന് പറയുന്നത് മാനുഷികമല്ല. പുതിയ തലമുറ പുതുതായി ചിന്തിക്കുന്നു. അവർ ഈക്വലായി ചിന്തിക്കുന്നു. ഭാര്യയും ഭർത്താവും തുല്യരായി മുമ്പ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. 2 പേർക്കും വിദ്യാഭ്യാസമുണ്ട്, 2 പേർക്കും തൊഴിലുണ്ട്, 2 പേർക്കും വരുമാനമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ 3ഉം 4ഉം കല്യാണം കഴിച്ച് സ്ത്രീകളെ അടിമകളാക്കി അവരുടെ ശരീരം മുഴുവൻ മൂടി കണ്ണുപോലും പുറത്ത് കാണാത്ത രീതിയിൽ പുറത്തിറക്കുന്നു. ഇതൊക്കെ ഒരു പ്രാകൃതവും പൈശാചികമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ 3ഉം 4ഉം ഭാര്യമാരുണ്ട്, അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ മൂടുപടമൊക്കെ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ ഇത് ഏത് ഭാര്യയാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റിയല്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ഭാര്യനെ കൊണ്ട് മാർക്കറ്റിൽ പോയി, നാളെ വേറൊരു ഭാര്യനെ കൊണ്ട് പോയി, നാളെ കഴിഞ്ഞ് വേറൊരു ഭാര്യനെ കൊണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഇത് എന്നെ ഇടപാടാടാവേ, എനിക്ക് എത്ര ഭാര്യമാരാണ്? അതേസമയം ഈ മൂടുപടം ഇട്ട് കണ്ണുപോലും കാണാത്ത രീതിയിൽ പുറത്തോട്ട് പോയാൽ ഇതിപ്പോൾ ആരാണ് ഇതിൻ്റെ അകത്തെന്നുള്ളത്, പുരുഷനാണോ സ്ത്രീയാണോ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ അതും ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുക, ഇതുപോലെയുള്ള ഈ പ്രാകൃത ചിന്താഗതിയിൽ നിന്നും പൈശാചിക ചിന്താഗതിയിൽ നിന്നും മനുഷ്യൻ പുറത്തു വരിക. അതുകൊണ്ട് ഈ സഹോദരിക്ക് നീതി കിട്ടട്ടെ, ന്യായം കിട്ടട്ടെ. ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, അവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഏത് മതവിഭാഗം, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പെന്തക്കോസുകാരനായാലും ആരായാലും പുരോഗമന ചിന്താഗതിയിലേക്ക് വരിക. നമ്മളിപ്പോൾ ജീവിക്കുന്ന AI യുഗത്തിലാണ്. ടെക്നോളജികളൊക്കെ ഒരുപാട് മാറി എന്നോർത്ത് നമ്മുടെ വിശ്വാസം മാറ്റണമെന്നല്ല, പക്ഷേ നമ്മുടെ പ്രാകൃതവും പൈശാചികമായിട്ടുള്ള പല സ്വഭാവങ്ങളും പല ചിന്താഗതികളും മാറ്റേണ്ട കാലം അസ്തമിച്ചു. അല്ല എങ്കിൽ ഇതുപോലെ 3ഉം 4ഉം 5ഉം 10ഉം കെട്ടി 10ഉം 25ഉം 30ഉം പിള്ളേരെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കാം. ഇതിൽ നിന്ന് മനുഷ്യൻ പിന്മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.